أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صم بكم عمي فهم لا يرجعون. സൂറത്തുൽ ബഖറയിലെ 19-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഈ വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അവർ ബധിരരും മൂകരും അന്ധരുമാകുന്നു, തന്മൂലം അവർ സത്യത്തിലേക്ക് മടങ്ങുന്നില്ല. ഈ ആയത്തിന് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഹ്രസ്വമായ രീതിയിലുള്ള തഫ്സീറാണ് നൽകിയിട്ടുള്ളത്. അത് ഇപ്രകാരമാണ്: ഈ കപടവിശ്വാസികൾ ബധിരരും മൂകരും അന്ധരുമാണ്. അതിനാൽ അവർക്ക് അവരുടെ ദുഷ്ടതകളിൽ നിന്ന് ഒരിക്കലും തന്നെ പിന്മാറാൻ കഴിയുകയില്ല. ബധിരർ, അവർ വിശുദ്ധ ഖുർആൻ നല്ലവണ്ണം കേൾക്കുന്നുണ്ട്, പക്ഷേ ഒരിക്കലും തന്നെ അതിൽ നിന്ന് അവർക്ക് പ്രയോജനം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇനി മൂകരാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരം അവരുടെ മുൻപിലുണ്ട്. എന്നാൽ അവരുടെ ദുരഭിമാനം ഒരിക്കലും തന്നെ അതിന് സമ്മതിക്കുന്നില്ല. അതായത് ഇവർ ആദ്യം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കാര്യം തങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ചോദിക്കാൻ ഇവർ മടിക്കുന്നു. അവർ ചോദിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അങ്ങനെ അവർ ഊമകളെ പോലെയായിത്തീരുന്നു. പിന്നീട് പറയുന്നു അന്ധരായത്. അതായത് സത്യവിശ്വാസികളിൽ ഉണ്ടായ പലതരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് സന്മാർഗം സ്വീകരിച്ചതിന് ശേഷം അവരിലുണ്ടായ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ മുനാഫിക്കീങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് അവർ അത് കാണുകയാണ്. എന്നിട്ടും അവർ അത് മനസ്സിലാക്കി അവരുടെ തെറ്റുകളിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറാവുന്നില്ല. ഔസ്, ഖസ്റജ് എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ, അതിലെ നിരവധി ആളുകൾ എല്ലാത്തരം ദോഷങ്ങളിൽ നിന്നും മുക്തരാവുകയുണ്ടായി. അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു. അവരുടെ കണ്ണുകൾ അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്ന് കണ്ണുനീർ വാർത്തു. അവരുടെ നാവ് അള്ളാഹുവിൻ്റെ പവിത്രതയുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവർ ലോകത്ത് ജീവിച്ചിരുന്നെങ്കിലും ലോകത്തിൽ നിന്ന് വേർപെട്ടവരെ പോലെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. മുനാഫിക്കീങ്ങൾക്ക് അവരുടെ ആദ്യത്തെ അവസ്ഥയെക്കുറിച്ചും പിന്നീട് അവർ വിശ്വാസത്തിന് ശേഷം അവരിലുണ്ടായിരുന്ന അവസ്ഥകളെക്കുറിച്ചും നല്ലവണ്ണം അവർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ഖുർആൻ മനസ്സിലാകാതിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാൻ ചോദിക്കാൻ അവർ ലജ്ജിച്ചു. എന്നാൽ അവർ ഈ വലിയ മാറ്റം അവർക്ക് കാണാമായിരുന്നു. അത് അവരുടെ സ്വന്തം വീടുകളിൽ അത് പ്രകടമായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ഒരു മുസ്ലിമായിരുന്നു. അബ്ദുല്ലാഹിന് പിന്നെ കാണാൻ കഴിഞ്ഞില്ലേ? അവനെപ്പോലെ കള്ളം പറയുന്ന ഒരാളുടെ മകനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സത്യസന്ധനും നീതിമാനുമാക്കി മാറ്റിയത്? അവനെപ്പോലെ ഭീരുവായ മകനെ എങ്ങനെ ധീരനും നിശ്ചയദാർഢ്യമുള്ളവനുമാക്കി മാറ്റി? അവനെപ്പോലെ ലോകത്തെ ആരാധിക്കുന്നവൻ്റെ മകനെ അള്ളാഹുവിൻ്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്നവനാക്കി മാറ്റിയത്. ഇതുപോലെ മറ്റു മുനാഫിക്കീങ്ങളുടെ വീടുകളിലും അവരുടെ അടുത്ത വീടുകളിലുമെല്ലാം തന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അന്ധമായി ഇരുന്നതിനാൽ അവർക്ക് ഒരിക്കലും തന്നെ ഇതൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് ഇക്കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.